പല്ലിലെ മഞ്ഞക്കറയാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിലിതാ പ്രകൃതിദത്തമായ ഈ ഒരു പൊടിക്കൈ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ശ്രുതി ദീപു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ വീടിൻ്റെ പരിസരത്തും തൊടിയിലും ഒക്കെ ആയിട്ടുള്ള മാവിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. മാവിൻ്റെ ഇല ഒരു 4-5 എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒരു ഇടികല്ലിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇടിച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം പോലും വെള്ളം ഒഴിക്കാതെ വേണം ഇടിച്ചെടുക്കാനായിട്ട്. മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചധികം ഇല എടുത്താൽ മാത്രമേ നന്നായി ഒന്ന് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടികല്ലിൽ തന്നെ ഇടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇതിൻ്റെ നീര് നമുക്ക് മുഴുവനായിട്ടൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാം. നല്ല രീതിക്ക് തന്നെ പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് അമർത്തിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു അരിപ്പയിലൊക്കെ ആണെങ്കിലും നമുക്ക് പിഴിഞ്ഞെടുക്കാം. പക്ഷെ അത് മുഴുവനായിട്ട് അതിൻ്റെ നീര് നമുക്ക് കിട്ടില്ല. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലേ അതിൻ്റെ നീര് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു കൊത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കളയേണ്ട, അത് ആവശ്യമുണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കാം. അതാണ്ട് ഇത്രയും നീരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടിയുപ്പില്ലേ, അത് നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്, ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് നാരങ്ങയുടെ നീരാണ്. ഒരു 2-3 ഡ്രോപ്പ് മാത്രം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് പേസ്റ്റാണ്. നമ്മളിപ്പോൾ ഏത് പേസ്റ്റ് ഇട്ടാണോ പല്ല് തേക്കുന്ന ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പല്ലിലെ മഞ്ഞക്കറയൊക്കെ വന്നു കഴിഞ്ഞാൽ പലർക്കും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ചിരിക്കാനും സംസാരിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല, ചിലരൊക്കെ ആണെങ്കിൽ വാ പൊത്തിയിട്ടൊക്കെ ആയിരിക്കും നിന്ന് സംസാരിക്കുന്നത്. ഈ ഒരു പല്ലിൻ്റെ മഞ്ഞക്കറ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെ മഞ്ഞക്കറ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരുമാതിരി ബ്ലാക്ക് പോലെയൊക്കെ ആയി മാറാറുണ്ട്. അപ്പോൾ ഞാനിവിടെ പേസ്റ്റൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബ്രഷ്, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് ഇതിൽ മുക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പല്ലിൻ്റെ മുകളിലും താഴെയും അതുപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു കൊത്തില്ലേ, അത് വെറുതെ തന്നെ എടുത്ത് കയ്യിലെടുത്തിട്ടൊന്ന് പല്ലിൽ നന്നായിട്ടൊന്ന് ഇരുത്തി തേച്ച് കഴിഞ്ഞാൽ പല്ല് നല്ല വെളുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് പല്ലിലെ ആ ഒരു മഞ്ഞക്കറ മാറുന്നതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ പല്ലിലെ ആ ഒരു മഞ്ഞക്കറയും അഴുക്കും ഒക്കെ മാറിയിട്ട് നല്ലൊരു തിളക്കവും വെണ്മയും ഉള്ളതായിട്ടൊക്കെ നിങ്ങളുടെ പല്ലുകൾ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.